1857 മീററ്റ് എന്ന സ്ഥലത്തെ സൈനിക ക്യാമ്പിൽ വലിയ പ്രശ്നം തുടങ്ങി. ഒരു ദിവസം ബ്രിട്ടീഷ് സർക്കാർ സൈനികർക്ക് പുതിയ തോക്ക് കൊടുത്തു. അതിൻ്റെ കാർട്രിഡ്ജിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുണ്ടെന്ന് വാർത്ത പടർന്നു. സിപ്പായികൾക്ക് അത് വലിയ അപമാനമായി. അതിനൊപ്പം തന്നെ ശമ്പളം കുറവ്, നികുതി കൂടുതലായി, നാട്ടുരാജാക്കന്മാരെ പുറത്താക്കൽ, ബ്രിട്ടീഷുകാരുടെ അന്യായ നിയമങ്ങൾ, ഇതെല്ലാം കൂടി 1857 മെയ് 10 മീററ്റിൽ കലാപമായി പൊട്ടിത്തെറിച്ചു. സിപ്പായികൾ മീററ്റിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് പോയി. അവിടെയുള്ള ബഹദൂർ ഷാ സഫറിനെ അവർ ഇന്ത്യയുടെ രാജാവായി പ്രഖ്യാപിച്ചു. ഇതോടെ ഡൽഹി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രമായി. ഈ വാർത്ത കേട്ടതോടെ വിപ്ലവം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പടർന്നു. കാൺപൂരിൽ നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നു. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ് കുതിരപ്പുറത്ത് വാളെടുത്ത് പോരാടി. ലക്നൌവിൽ ബേഗം ഹസ്രത് മഹാൽ പോരാട്ടം നയിച്ചു. ഇത് വെറും സൈനിക കലാപമല്ല, സാധാരണ ജനങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ എഴുന്നേറ്റു. ബ്രിട്ടീഷ് സൈന്യം ശക്തമായി തിരിച്ചെടുത്തു. ഡൽഹി പിടിച്ചു. ബഹദൂർ ഷാ സഫർ പിടിക്കപ്പെട്ടു. റാണി ലക്ഷ്മിഭായ് യുദ്ധത്തിൽ മരിച്ചു. 1858 വിപ്ലവം അവസാനിച്ചു. 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജാവിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലായി. പക്ഷേ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം ഇതോടെയായി.